DC യൂണിവേഴ്സിലെ പുതിയ ബാറ്റ്മാനായി വരാൻ പോകുന്നത് ആരായിരിക്കും? സൂപ്പർമാന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായ സ്ഥിതിക്ക് ഇനി അറിയേണ്ടത് നമുക്ക് ബാറ്റ്മാനെ കുറിച്ചാണല്ലോ. ജെയിംസ് ഗൺ ഓൾറെഡി കൺഫേം ചെയ്തു ദ ബാറ്റ്മാൻ സിനിമയിൽ അഭിനയിച്ച റോബർട്ട് പാറ്റിൻസൺ ആയിരിക്കില്ല DC യൂണിവേഴ്സിലെ ബാറ്റ്മാൻ എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ പുള്ളി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, ദ ബ്രേവ് ആൻഡ് ദ ബോൾഡ് എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ഇൻ പ്രോഗ്രസ്സിലാണ് എന്നുള്ളത്. ദ ബ്രേവ് ആൻഡ് ദ ബോൾഡ് എന്ന് പറയുന്ന സിനിമ DC യൂണിവേഴ്സിലേക്ക് വരാനിരിക്കുന്ന ബാറ്റ്മാൻ മൂവിയാണ്. ഇതിൽ നമുക്ക് ബാറ്റ്മാനും മകനായ ഡേമിയൻ വെയിനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ സിനിമയിലൂടെ ആയിരിക്കും DC യൂണിവേഴ്സിലെ ബാറ്റ്മാനെ നമ്മളിലേക്ക് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ജെയിംസ് ഗൺ പറഞ്ഞു റോബർട്ട് പാറ്റിൻസൺ അഭിനയിച്ച ദ ബാറ്റ്മാൻ എന്ന് പറയുന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടും വരാൻ പോകുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഈ സിനിമയെ DC യൂണിവേഴ്സിലെ ബാറ്റ്മാൻ ആയിട്ട് കണക്കാക്കണ്ട എന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം തന്നെ നമുക്ക് രണ്ട് ബാറ്റ്മാൻമാരെ കാണേണ്ടി വരും. റോബർട്ട് പാറ്റിൻസന്റെ ബാറ്റ്മാൻ ഒരു സൈഡിലും DC യൂണിവേഴ്സിലെ ബാറ്റ്മാൻ ഒരു സൈഡിലും. ഇനി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ DC യൂണിവേഴ്സിൽ വരാൻ പോകുന്ന ബാറ്റ്മാൻ ആരായിരിക്കും? ഒരുപാട് ആളുകൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു ആക്ടറിന്റെ പേരെന്ന് പറയുന്നത് അലൻ റിച്ചൺ ആണ്. ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് പരിചയമുള്ളത് റീച്ചർ എന്ന് പറയുന്ന സീരീസിലായിരിക്കും. ലുക്ക് വൈസ് ആള് പെർഫെക്റ്റ് ആണ് ബാറ്റ്മാൻ ആയിട്ട് അഭിനയിക്കാൻ. പക്ഷേ റോബർട്ട് പാറ്റിൻസന്റെ അത്രയും ആക്ടിംഗ് സ്കില്ല് അലൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്.